ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ നെഞ്ച് ഭാഗത്ത് ഒരു ചൂട് കയറുന്ന പോലെ ഒരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നെഞ്ചിൽ പൊള്ളുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറില്ലേ? അപ്പോൾ ഇത് തന്നെയാട്ടോ നെഞ്ചെരിച്ചൽ എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പതിവായിട്ട് വരാറുള്ള ഒരു കാര്യം തന്നെയാട്ടോ. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള നെഞ്ചെരിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം കേട്ടോ. അതാട്ടോ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ചെറിയൊരു സ്പൂൺ എടുക്കും, അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചെറിയ രീതിയിൽ മീഡിയം തീയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ 1 ടീസ്പൂൺ നമുക്ക് ആ നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ഒരു സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ആവശ്യമുള്ളൊരു സമയത്ത് മാത്രം ഇതുപോലെ 1 ടീസ്പൂൺ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ. വെളിച്ചെണ്ണയ്ക്കുള്ള ഫാറ്റി ആസിഡ്സൊക്കെ വയറ്റിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ആസിഡിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാട്ടോ ഇത്. അതുപോലെ നെഞ്ചരിച്ചിലുള്ളപ്പോൾ മാത്രം നമുക്കിത് ഉപയോഗിച്ചാലും മതി. ഒരു 1-2 ദിവസമൊക്കെ ഇതുപോലെ അടുപ്പിച്ച് നെഞ്ചരിച്ചിലുള്ള സമയത്ത് മാത്രം ഇത് 1 ടീസ്പൂൺ വെച്ചൊന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പൂർണ്ണ രീതിയിൽ മാറ്റിയെടുക്കാം കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതുപോലുള്ള ചെറിയ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ ഇതുപോലെയുള്ള നല്ല ടിപ്സുമായി വീണ്ടും കാണാം.